ലൂസേഴ്സ് ഫൈനൽ മത്സരം നടക്കും. അതിന്റെ വിവരണം ഹരികുമാർ വാലേത്ത് നൽകും. നന്ദി ജോ ജോസഫ് തായങ്കരി. കലാശക്കൂട്ടിന് തൊട്ടു മുമ്പുള്ള ഒരു ചെറിയ താളം ചവിട്ടാണ് ലൂസേഴ്സ് ഫൈനൽ. നെഹ്റു ട്രോഫി ജലമേളയുടെ സമാപനം കുറിക്കുന്നത് ഒരു വലിയ കലാശക്കൊട്ടോടു കൂടിയാണ്. ഓണാട്ടുകരയിലെയും കുട്ടനാട്ടിലെയും ഉശിരും വീറുമുള്ള തഴക്കമുള്ള വേഗപ്പകർച്ച സംഭാവന ചെയ്യുവാൻ കഴിയുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു പ്രകടനം. അതിന് തൊട്ട് മുൻപാണ് ലൂസേഴ്സ് ഫൈനൽ നടക്കുക. രാവിലെ തൊട്ട് മുൻപ് നടന്ന മത്സരങ്ങളിൽ 8, 7, 6, 5 സ്ഥാനങ്ങളിൽ വന്നിരുന്ന വേഗതയുടെ മാനദണ്ഡങ്ങളിൽ 8-മതും 7-മതും 6-മതും 5-മതും നിലനിൽക്കുന്ന വള്ളങ്ങളാണ്. 7-ാം സ്ഥാനത്ത് നിന്നിരുന്ന വേഗതയിൽ നിന്ന ദേവസ് വള്ളം 1-മത്തെ ട്രാക്കിലൂടെയും വേഗതയിൽ 6-ാം സ്ഥാനത്ത് നിന്ന കാരിച്ചാൽ വള്ളം 2-മത്തെ ട്രാക്കിലൂടെയും വേഗതയിൽ 8-ാം സ്ഥാനത്ത് നിന്ന തലവടി ചുണ്ടൻ 2023 പിറവി കൊണ്ട തലവടി ചുണ്ടൻ 3-മത്തെ ട്രാക്കിലൂടെയും നിരണം ചുണ്ടൻ 4-മത്തെ ട്രാക്കിലൂടെയും ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുകയാണ്. 1-മത്തെ ട്രാക്കിൽ ദേവസ്, 2-മത്തെ ട്രാക്കിൽ കാരിച്ചാൽ, 3-മത്തെ ട്രാക്കിൽ തലവടി, 4-മത്തെ ട്രാക്കിൽ നിരണം. രാഹുൽ സി പുന്നമട ബോട്ട് ക്ലബ് നയിക്കുന്ന ദേവസ് ചുണ്ടൻ, മിഥുൻ ബിനു നയിക്കുന്ന വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി കാരിച്ചാൽ, റിക്സൺ ഉമ്മൻ എടത്തിൽ നയിക്കുന്ന തലവടി ചുണ്ടൻ, KG എബ്രഹാം കൈപ്പഴമുട്ട് നയിക്കുന്ന നിരണം ചുണ്ടൻ. 1-മത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന പുന്നമട ചുണ്ടൻ്റെ ചരിത്രം 2008-ലാണ് ഈ ക്ലബ്ബ് രൂപം കൊണ്ടത്. 2008-ലും 2009-ലും 2010-ലും വർഷങ്ങളിൽ വെബ് എ ഗ്രേഡ് വള്ളങ്ങളിൽ ഹാട്രിക്ക് നേടിയ പ്രാരംഭ വിജയവീതിയിലൂടെയാണ് ഈ ക്ലബ്ബ് കടന്നു വന്നത്. 2022-ലെ ഫൈനലിൽ വീയപുരം ചുണ്ടനിൽ മത്സരത്തിനെത്താനായ ടീമാണ് പുന്നമട ക്ലബിൻ്റേത്. ദേവസിനെ പറ്റി പറയുമ്പോൾ 2010-ൽ നീരണിഞ്ഞ ചുണ്ടൻ വള്ളം 2022-ൽ പുതുക്കിപ്പണിത് കുറ്റമറ്റ മത്സര വള്ളമാക്കി. 2011-ൽ നെഹ്റു ട്രോഫി നേടിയ ചരിത്രം ദേവസിനുണ്ട്. കാരിച്ചാലിനെ പറ്റി പറയുമ്പോഴാണ് വർണ്ണിക്കാൻ നിവൃത്തിയില്ലാതെ ജലചക്രവർത്തിയെപ്പറ്റി എത്രയെത്ര പറഞ്ഞാലാണ് അവസാനിക്കുക. 74-ലും 75-ലും 76-ലും ഹാട്രിക്ക് വിജയം നേടിയ ആ കാരിച്ചാൽ 82-ലും 83-ലും 84-ലും തുടർ ഹാട്രിക്ക് വീണ്ടും നേടിയപ്പോൾ 86-ലും 87-ലും 2000-ലും 2001-ലും വീണ്ടും ആവർത്തന വിജയം നേടി. 1980-ലും 2003-ലും 2008-ലും 2011-ലും 2016-ലും വർഷങ്ങളിലെ ജേതാവാണ്. 15 വർഷങ്ങളിലായി കൈയടക്കിയ ആ ജലചക്രവർത്തി പട്ടം 2023-ൽ പുതുക്കിപ്പണിത് മികവുറ്റതാക്കി. 51.25 കോൽ നീളവും 87 തുഴച്ചിൽക്കാരും 5 അമരക്കാരും 4 നിരക്കാരുമുള്ള കാലിച്ചാൽ. തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് 2023-ൽ രൂപം നൽകിയ തലവടി ബോട്ട് ക്ലബ്ബാണ്. എന്തുകൊണ്ടും പുതുമകൾ നിറഞ്ഞ വള്ളം. പുതുപുത്തൻ ചുണ്ടൻ പുത്തനംഗത്തിന് വന്ന കുട്ടനാടിൻ്റെ തുഴക്കാർ NCDC കൈപ്പുഴമുട്ട് നയിക്കുന്ന നിരണം വള്ളം 2023-ലെ വളരെ അത്യാവേശകരമായി 5-മത്തെ ട്രാക്കിലൂടെ ദേവസ്, 2-മത്തെ ട്രാക്കിലൂടെ കാരിച്ചാൽ, 3-മത്തെ ട്രാക്കിലൂടെ തലവടി ഇരി കാണാമെന്ന് ഒന്നിച്ചൊന്നായി തുഴയുകയാണ്. ഇതാണ് മത്സരം. 1-മത്തെ ട്രാക്കിലൂടെ ഉള്ള ദേവസിനെ പിന്നിട്ടുകൊണ്ട് കാരിച്ചാൽ കയറുന്നു. തലവടിയാണോ നിരണമാണോ മുൻപിൽ കയറുക എന്ന് പറയാൻ കഴിയുകയില്ല. ഇതാണ് മത്സരം. 5-മത്തെ നമ്പറായ ദേവസ് വളരെ വ്യക്തമായ മുന്നേറ്റം കൈവരിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് കാരിച്ചാൽ മുന്നേറുകയാണ്. തൊട്ടു പിന്നാലെ തലവടി, അതിൻ്റെ പിന്നാലെ നിരണം. ഞങ്ങൾക്ക് പോലും നിശ്ചയിക്കുവാൻ കഴിയാതെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് അവസാനിക്കട്ടെ. വീണ്ടും ഒരു റീപ്ലേ കാണാം. ദേവസും കാരിച്ചാലും തലവടിയും നിരണവും ലൂസേഴ്സ് ഫൈനലിൽ പുന്നമടയെ അക്ഷരാർത്ഥത്തിൽ കോരിത്തരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ്. തീപാറുന്ന മത്സരമെന്നൊക്കെ ഞങ്ങൾ പറയുന്നത് ഇവിടെയാണ് കണ്ടത്. ജലപ്പരപ്പിന് തീപിടിപ്പിക്കുന്ന രീതിയിൽ വളരെ അത്യാവേശകരമായ ഒരു മത്സരം. പുന്നമട ബോട്ട് ക്ലബ്ബാണോ അതല്ല വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരിയാണോ തലവടി ബോട്ട് ക്ലബ്ബ് ഉമ്മൻ ഇടത്തിൽ നയിക്കുന്ന വീണ്ടും ഒരു 7-മത്തെ നമ്പർ തലവടി ചുണ്ടനാണ് എന്ന് ഫിനിഷ് ചെയ്യുന്ന ഇപ്പോൾ കാണുന്ന 5-മത്തേത് ദേവസ് വള്ളം, 3-മത്തേത് കാരിച്ചാൽ, 7-മത്തേത് തലവടി. തൊട്ട് പിന്നാലെ 7-മത്തെ തലവടി ചുണ്ടൻ തന്നെയാണ് ഈ ലൂസേഴ്സ് ഫൈനലിൽ 1-മതായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. റിക്സൺ ഉമ്മൻ.